ഡോക്ടർ, ഒരു പേഷ്യന്റ്. എന്ത് പറ്റി? വെടിയേറ്റതാണ്. വെടിയേറ്റതോ? അതെ, തൂക്കിലേറ്റാൻ വിധിച്ച ഒരു കൊലപ്പുള്ളിയാണ്. ജയിൽ ചാടിയപ്പോൾ വെടിവെക്കേണ്ടി വന്നു. എന്താ പേര്? ദാസ്, ആർട്ടിസ്റ്റ് ദാസ്. സീനിയർ ഡോക്ടർ പ്രതാപ് സാറിനെ ഫോൺ ചെയ്തിട്ടുണ്ട്. സാർ ഉടനെ എത്തും. ആ, ഫസ്റ്റ് എയ്ഡ് നൽകുന്നുണ്ട്. ശരി ഡോക്ടർ. ഐ ആം ആനന്ദ്. യെസ്. പേഷ്യന്റ് ഒരു കൊലപ്പുള്ളിയാണ്. ജയിൽ ചാടിയപ്പോൾ വെടിവെക്കേണ്ടി വന്നു. നിങ്ങളുടെ നിയമം സംരക്ഷിക്കാൻ അല്ലേ? സാർ, അയാൾ വേദന എടുത്ത് പുളയുകയാണ്. ഈ വേദനയോടെ അയാൾ മരിച്ചോട്ടെ. സാർ, അങ്ങ് എന്താണ് പറയുന്നത്? പൂർണിമ, മരണത്തോട് മല്ലിടുന്ന ഒരു രോഗിയെ മെഡിസിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് ഒരു ഡോക്ടറുടെ ധർമ്മമാണ്. ഇവിടെ മരണത്തോട് മല്ലിടുന്ന ഒരാളെ രക്ഷിച്ച് തൂക്കിലേറ്റാൻ കൊടുക്കുന്നത് ധർമ്മമാണോ? സാർ, അങ്ങ് വാശി പിടിക്കരുത്. വാശിയല്ല മിസ്റ്റർ ആനന്ദ്, മനസാക്ഷിയാണ്. സാർ, അങ്ങാണ് എന്നെ പഠിപ്പിച്ചത്. മരണത്തോട് മല്ലിടുന്ന ഒരു രോഗിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി എന്ന്. യെസ് ഡോക്ടർ പൂർണിമ, ഇവിടെ രോഗിയെ രക്ഷിച്ച് തൂക്കിലേറ്റാൻ കൊടുക്കുന്നതാണോ നീതി, ധർമ്മം? കോടതി വിധി എന്തുമായിക്കൊള്ളട്ടെ, ജീവൻ നിലനിർത്തുക എന്ന ധർമ്മം പാലിച്ചുകൂടെ? അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. യെസ്, ഡ്യൂട്ടി ഈസ് ഗ്രേറ്റ്. ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാണ്. ഓക്കെ, കം ഓൺ. സാർ, ദാസ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നിയമം സംരക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു. താങ്ക് യു സാർ. ഒരു ചെറിയ കൈപ്പിഴവിലൂടെ ഒരു നിയമത്തിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം അയാളെ ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം ഐ ആം എ ഡോക്ടർ. സാർ പറയുന്നത് മനസ്സിലായില്ല. മിസ്റ്റർ ആനന്ദ്, നിങ്ങൾ ഇവിടെ എത്തിച്ച കൊലപ്പുള്ളി ആരെയാണ് കൊല ചെയ്തത് എന്നറിയാമോ? എന്റെ സ്വന്തം അനുജത്തി പ്രേമയെ. സാർ, ഹലോ ഡോക്ടർ. യെസ്, എന്താ ആനന്ദ്? ആർട്ടിസ്റ്റ് ദാസിന് എങ്ങനെയുണ്ട്? നൗ ഹി ഈസ് ഓക്കെ. ക്രൈംബ്രാഞ്ച് SP ഇന്ദ്രജിത്ത് സാർ ദാസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. SP സാറോ? അതെ. എന്താ ഒരു അത്ഭുതം പോലെ? സന്ധ്യ കൊലക്കേസ് അന്വേഷിക്കുന്നത് സാറാണ്. ഇവിടെ വന്നത് മനസ്സിലാകുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. സാറിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. സാറ് അന്വേഷിച്ച എല്ലാ കേസുകളും വിജയിച്ചിട്ടുണ്ട്. യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം പൊതുവെ സംശയാലുക്കളാണെന്നാണ് പറയപ്പെടുന്നത്. ശരിയാണോ? സംശയങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ സത്യങ്ങൾ കണ്ടെത്തുന്നത്. SP സാറിന്റെ സംസാരത്തിന് ഒരു ഇടർച്ചയുണ്ടല്ലോ.
അന്വേഷണത്തിന്റെ ഭാഗമായ യാത്രക്കിടയിൽ ഒരു ആക്സിഡന്റിൽ നിന്ന് പറ്റിയതാണ്. ഹലോ ഡോക്ടർ പൂർണിമ, സുഖം. സുഖം. ഇൻസ്പെക്ടർ ആനന്ദ് ഇവിടെ? ദാസിനെ കാണാൻ വന്നതാണ്. എന്റെ അനുജത്തിയെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ അവൾ അനുഭവിച്ച വേദന അവൻ അറിയണം. തൂക്കുകയറിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കണം. എന്നാലേ എന്റെ അനുജത്തി പ്രേമയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. താങ്കൾ ഇപ്പോഴും ആ മാനസികാഘാതത്തിൽ നിന്ന് മോചിതനായിട്ടില്ല. എങ്ങനെ മോചിതനാകും ആനന്ദ്? പൂർണിമ, ജ്യേഷ്ഠൻ ഇവിടെ ഇല്ലേ? സാർ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. ആനന്ദ് ഇവിടെ? ഈ വഴി പോയപ്പോൾ കയറിയതാണ് സാർ. ഇത് അഡ്വക്കേറ്റ് അരുൺ, പ്രേമ കൊലക്കേസ് വാദിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇദ്ദേഹമാണ്. പ്രേമയുടെ സഹോദരൻ, റൈറ്റ്? അതെ, സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സന്ധ്യ കൊലക്കേസ് അന്വേഷിക്കുന്നത് താങ്കളാണല്ലേ? യെസ്. അതെ. എപ്പോ? ശരി, ഞാൻ ഉടനെ എത്താം. സാർ, എൻഎച്ചിൽ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. ഓക്കെ, യു പ്രൊസീഡ്. സാർ, ഞാൻ വാർഡിലേക്ക് പൊയ്ക്കോട്ടെ? ഓക്കെ, നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ. സാർ ഇവിടെ? ജയിൽ ചാടിയ ദാസിനെ പരിചയപ്പെടാൻ സംസാരിക്കാൻ. എന്നിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. മിസ്റ്റർ അരുൺ, ദാസാണ് കൊലയാളി എന്ന നിഗമനത്തിൽ താങ്കൾ എങ്ങനെ എത്തിച്ചേർന്നു? ശരിക്കും ദാസാണോ കൊലയാളി? സാർ എന്താ അങ്ങനെ ചോദിച്ചത്? സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നി. സാറിനറിയാമല്ലോ IPC 302 തെളിവുകൾ 9 തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് തെളിവുകൾ പ്രധാനമായി 2 തരത്തിലാണ്: വാമൊഴി, വരമൊഴി. മേ പ്രസ്യൂം, ഷാൽ പ്രസ്യൂം, ആൻറ്റി കൺക്ലൂസീവ് പ്രൂഫ്. ഇവയെല്ലാം സെക്ഷൻ 3 വകുപ്പ് പ്രകാരം തെളിവുകളെ കോടതികൾ വിലയിരുത്തുന്ന രീതിയാണ്. ഡയറക്റ്റ് എവിഡൻസ് എന്നത് ദൃക്സാക്ഷികൾ നൽകുന്ന മൊഴിയാണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അതായത് സാഹചര്യ തെളിവുകൾ, IPC 376 ബലാത്സംഗം, IPC 376A മരണകാരണമായ പീഡനം, ഇവ കൃത്യമായി തെളിയിച്ചപ്പോൾ നീതിന്യായ കോടതിയുടെ വിധിയാണ് ദാസിന് ലഭിച്ചത്. നിയമം എന്ന് പറയുന്നത് തുടർച്ചയായി വികസിച്ചു വരുന്ന വളരെ ചലനാത്മകമായ ഒരു ആശയമാണ്. ഒരു നിയമവും നിശ്ചലമല്ല. ഇന്ത്യൻ പീനൽ കോഡായാലും മറ്റുള്ളവയായാലും എല്ലാ നിയമങ്ങളും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന തത്വസംഹിതയിൽ നിന്നാണ്. പക്ഷേ കാലഘട്ടത്തിന് അനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടതിനാലാണ് ഈ പ്രതിക്ക്, ആർട്ടിസ്റ്റ് ദാസിന്, വധശിക്ഷ നൽകിയത്. പ്രേമയും ദാസും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് താങ്കൾ എതിരായിരുന്നു? വളരെ ചെറുപ്പത്തിലെ ഒരു ആക്സിഡന്റിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പ്രേമ എൻ്റെയും ജ്യേഷ്ഠൻ്റെയും സംരക്ഷണയിലാണ് വളർന്നത്. അവളുടെ ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ എതിരു പറഞ്ഞിട്ടില്ല. ഇവരുടെ ബന്ധത്തിന് താങ്കൾ മാനസികമായി എതിരായിരുന്നു അല്ലേ? തീർച്ചയായും. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അവൾക്ക് ലഭിക്കുമായിരുന്നു. മാത്രമല്ല, ഇത്തരം ഒരു ദുർവിധിയും ഉണ്ടാകില്ലായിരുന്നു. അരുൺ ലോയേഴ്സിന്റെ പാർട്ടികളിൽ പങ്കെടുക്കാറുണ്ടോ? ചിലപ്പോൾ. പാർട്ടിയിൽ മദ്യം ഒരു ഐറ്റം അല്ലേ? എല്ലാ പാർട്ടികളിലും കാണില്ല. അരുൺ ഉപയോഗിക്കാറുണ്ടോ? ചില സന്ദർഭങ്ങളിൽ. അന്ന് വീട്ടിൽ പോകാറില്ല. ഓഫീസിലെ റെസ്റ്റിംഗ് റൂമിൽ കിടക്കും. കാരണം മദ്യം ഉപയോഗിക്കുന്നവരെ പ്രേമയ്ക്കിഷ്ടമല്ലായിരുന്നു. ആർട്ടിസ്റ്റ് ദാസ് മദ്യം ഉപയോഗിക്കാത്ത വ്യക്തിയാണല്ലേ? ആയിരിക്കാം. അരുൺ മദ്യം ഉപയോഗിച്ചാൽ എത്ര സമയം ഉറങ്ങാറുണ്ട്? കൃത്യമായി പറയാൻ കഴിയില്ല. കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും ഉറങ്ങും. മദ്യം ഉപയോഗിക്കാത്ത ഒരാൾ മദ്യം കഴിച്ച് അബോധാവസ്ഥയിലായാൽ കുറഞ്ഞത് 4-5 മണിക്കൂറെങ്കിലും ഉറങ്ങാനാണ് സാധ്യത അല്ലേ? അങ്ങനെ ആകാനാണ് സാധ്യത. മദ്യം കഴിച്ച് അബോധാവസ്ഥയിലായ ദാസിനെ
ഉച്ചയ്ക്ക് 12:30 അയാളുടെ വീട്ടിൽ എത്തിച്ചു എന്നാണ് എഫ്ഐആറിൽ കാണുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 1 നും 1:30 ഇടയിലാണ് പ്രേമ ക്രൂരമായ പീഡനത്തിനിരയായി മരണപ്പെട്ടു എന്നും കാണുന്നത്. ഈ 2 റിപ്പോർട്ടുകളും തമ്മിൽ പൊരുത്തക്കേടില്ലേ? എന്തുകൊണ്ട് മദ്യലഹരിയിൽ ദാസ് ഇത് ചെയ്തുകൂടാ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രേമ മുൻപും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇത് പ്രേമയുടെ കാമുകനായ ദാസുമായിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ബലാത്കാരത്തിന്റെ ആവശ്യം വരുന്നില്ല. പ്രേമയ്ക്ക് മദ്യം ഉപയോഗിക്കുന്നവരെ ഇഷ്ടമല്ല, അതുകൊണ്ട് എതിർത്തിരിക്കും. ബലാത്കാരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ മരണം സംഭവിച്ചതായി കൂടെ? അങ്ങനെ വേണമെങ്കിലും പറയാം. അല്ല, സാറ് സന്ധ്യ കൊലക്കേസ് അന്വേഷിക്കാൻ വന്നതാണോ അതോ പ്രേമ കൊലക്കേസ് അന്വേഷിക്കാൻ വന്നതാണോ? പ്രേമ കൊലക്കേസിന്റെ പ്രതിയെ നീതിന്യായ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞു. മിസ്റ്റർ അരുൺ, സന്ധ്യ കൊലക്കേസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ റിപ്പോർട്ട്, ഇവ പ്രേമയുടെ കൊലപാതകത്തിന്റെ റിപ്പോർട്ടുമായി വളരെ സാമ്യമുണ്ട്. അപ്പോൾ സന്ധ്യ കൊലക്കേസിന്റെ പ്രതിയും ആർട്ടിസ്റ്റ് ദാസാണോ? തീർച്ചയായും അല്ല. സന്ധ്യ കൊലക്കേസ് നടന്നപ്പോൾ ദാസ് ജയിലിലായിരുന്നു. പിന്നെ എങ്ങനെ ഈ റിപ്പോർട്ടുകൾക്ക് സാമ്യം വന്നു? അതാണല്ലോ അന്വേഷണം ഇതുവഴി വന്നത്. ഈ കൊലകൾ ചെയ്തത് ഒരാളാണെങ്കിൽ ആര്, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് അന്വേഷണം നടത്തുന്നത്. കുറ്റാന്വേഷണത്തിന് താങ്കൾ സ്വീകരിക്കുന്ന രീതി എന്താണ്? കുറ്റാന്വേഷണത്തിന് പ്രധാനമായും 2 രീതികളുണ്ട്: ക്രൈം ടു ക്രിമിനൽ ആൻഡ് ക്രിമിനൽ ടു ക്രൈം. ആദ്യത്തേത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു, പിന്നീട് പ്രതിയിലേക്ക് എത്തുന്നു. രണ്ടാമത്തേത് ക്രിമിനലിന്റെ പ്രവർത്തന രീതിയും സ്വഭാവ രീതിയും പഠിക്കുന്നു, അതിനെ എടുത്ത് പഠിച്ചാലേ പ്രായോഗികമാകും. ക്രൈം സ്ക്വാഡ് അംഗങ്ങളുടെ സഹായത്താലാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. ഇതിന്റെ വെളിച്ചത്തിലാണ് ആർട്ടിസ്റ്റ് ദാസിനെ കണ്ടതും സംസാരിച്ചതും. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? പ്രേമയെ പീഡിപ്പിച്ച് കൊല ചെയ്തത് ആർട്ടിസ്റ്റ് ദാസ് അല്ല. ഇല്ല, ഞാൻ ഇത് അംഗീകരിക്കില്ല. മിസ്റ്റർ അരുൺ, ഐ വിൽ പ്രൂവ് ഇറ്റ്. സാർ, ആർട്ടിസ്റ്റ് ദാസിന് അങ്ങയോട് സംസാരിക്കണമെന്ന്. എന്തിന്? അറിയില്ല. ആവശ്യം അറിയിച്ചു, ഞാനത് സാറിനോട് പറഞ്ഞു. സ്വന്തം സഹോദരിയെ കൊലപ്പെടുത്തിയ വ്യക്തിയുമായി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് പറയാനുള്ളതെന്ന് കേട്ടുകൂടെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൊലമരത്തിലേക്ക് പോകുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ? മരണപ്പെടാൻ പോകുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹം. ഓക്കെ, വരാൻ പറയൂ. പൂർണിമ, പുറത്ത് കാണണം. ശരി സാർ. ദാസിന് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കണം. പറയൂ. കേട്ട ശേഷം വിശ്വസിക്കണമോ അവിശ്വസിക്കണമോ എന്ന് തീരുമാനിക്കാം. ഞാൻ ജയിൽ ചാടിയത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, എന്റെ പ്രേമയെ കൊലപ്പെടുത്തിയ കൊലയാളിയെ കണ്ടുപിടിക്കാനും കൂടിയാണ്. അങ്ങയുടെ അനുജത്തി പ്രേമ അച്ഛനെപ്പോലെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങയോട് ഒരു സത്യം അറിയിക്കാനുണ്ട്. എന്താണ് ആ സത്യം? പ്രേമയെ കൊലപ്പെടുത്തിയത് ഞാനല്ല. പിന്നെ ആര്? അതെനിക്കറിയില്ല. ഈ സത്യം കോടതിയിൽ പറഞ്ഞില്ലേ? പല പ്രാവശ്യം ഞാൻ കരഞ്ഞു പറഞ്ഞു. പക്ഷേ അങ്ങയുടെ അനുജൻ തെളിവുകളും വാക്കുകളും കൊണ്ട് എന്നെ കൊലയാളിയാക്കി. കോടതിക്ക് ആവശ്യം തെളിവുകളല്ലേ? അതെ സാർ, അവിടെ സത്യത്തിന് ഒരു വിലയുമില്ല. മനുഷ്യന്റെ വേദനകൾ, അപമാനങ്ങൾ, അവർ അനുഭവിക്കുന്ന നിസ്സഹായതകൾ, ഇവയൊന്നും പരിഹരിക്കപ്പെടാതെ വീണ്ടും വീണ്ടും മനസ്സിനും ശരീരത്തിനും അടിയേൽക്കുന്നു. എന്തും ഏതും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും തണലിൽ ന്യായീകരിക്കപ്പെടുമ്പോൾ ഇവിടെ സാധാരണ മനുഷ്യന്റെ നീതി അന്യമാകുന്നു. അവൻ കുറ്റവാളിയായി മാറുന്നു.
ഞാനൊരു തെറ്റ് ചെയ്തു. അങ്ങയുടെ അനുജത്തി പ്രേമയെ സ്നേഹിച്ചു എന്ന തെറ്റ്. സ്നേഹമെന്നത് വികാരമല്ല, അനുഭൂതിയാണ്. രണ്ട് ഹൃദയങ്ങളുടെ സംഗമം. സ്നേഹം ശരിയായ ആധ്യാത്മിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതെ സാർ, അവൾ എൻ്റെ ചങ്കായിരുന്നു. ചിത്രരചനാ മത്സരത്തിന് ചിത്രം വഹിക്കാൻ എന്നെ നിർബന്ധിച്ചത് പ്രേമയായിരുന്നു. 3 ചിത്രങ്ങൾ ഞാൻ വരച്ചു. അവരിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് അയച്ചത് അവളായിരുന്നു. മത്സരത്തിൽ എനിക്കാണ് 1ാം സമ്മാനം കിട്ടിയതെന്നറിഞ്ഞ പ്രേമ ഓടി വന്ന് എന്നെ വാരിപ്പുണർന്നു. ആ അനർഘ നിമിഷത്തിന്റെ തീവ്രതയിൽ ഞങ്ങൾ ഒന്നായി അലിഞ്ഞു ചേർന്നു. ജീവിതത്തിന്റെ ആദ്യാനുഭൂതിയുടെ ആദ്യപാഠം ഞങ്ങൾ കുറിച്ചു. മിസ്റ്റർ ദാസ്, താങ്കൾ പോയി വിശ്രമിക്കൂ. വിശ്രമം? എൻ്റെ ചെവിയിൽ സദാ മുഴങ്ങുന്നത് അവളുടെ കാൽ ചിലങ്കകളുടെ ശബ്ദമാണ്. കണ്ണടച്ചാൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന എൻ്റെ പ്രേമയുടെ മുഖം. ഉറങ്ങിയ നാളുകൾ ഞാൻ മറന്നുപോയി. അമിതമായ സന്തോഷം അതികഠിനമായ ദുഃഖത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞാൻ അറിഞ്ഞു. ഡോക്ടർ, സത്യമെന്നത് ഒരു പിഞ്ചു കുട്ടിയാണ്. ഒരു നാൾ തുള്ളിച്ചാടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. എന്നാൽ ആ കുട്ടിയെ ഞാനെടുത്ത് മാറോട് ചേർത്ത് താലോലിച്ചിരിക്കും. മതി. എൻ്റെ മനസ്സിൻ്റെ ഭാരം, ദുഃഖം ഇവിടെ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അവളുടെ ആഗ്രഹപ്രകാരമാണ് എൻ്റെ സ്നേഹിതന്മാർക്ക് പാർട്ടി നൽകിയത്. മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത ഞാൻ അന്ന് സന്തോഷത്താൽ മദ്യപിച്ചു. ആ ലഹരിയിൽ മയങ്ങി വീണ ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒരിക്കൽ പോലും നുള്ളി നോവിക്കാത്ത എൻ്റെ എല്ലാമായ പ്രേമയെ ഞാനാണ് കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പൂർണിമ, എന്താ സാർ? ആസ്റ്റിൻ ഇഞ്ചക്ഷൻ ഇമീഡിയറ്റ്. സാർ, ദാസിന്റെ ECGയിൽ വേരിയേഷൻ ഇല്ല. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന കൊളസ്ട്രോൾ എന്നീ ത്രിമൂർത്തികളാണ്. ഇവയെ സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയാം. ഇവ മെഡിക്കൽ ചെക്കപ്പ് കൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കൂ. ദാസിന് സംഭവിച്ചത് അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടായാലും അറ്റാക്കിന് സാധ്യതയുണ്ട്. എന്താ അരുൺ, കോടതിയിൽ നിന്ന് ഇവിടെ? ക്രൈംബ്രാഞ്ച് SP ഇന്ദ്രജിത്ത് സാർ ഫോൺ ചെയ്തിരുന്നു ഇവിടെ വരാൻ. ഇവിടെ വരാനോ? അതെ സാർ, ഞാൻ വാർഡിലേക്ക് പോയിക്കോട്ടെ? 16-ാം നമ്പർ ബെഡിലെ രോഗി ഒന്ന് ശ്രദ്ധിച്ചേക്കൂ, സീരിയസ് ആണ്. ശരി സാർ. അരുൺ എത്തിയിട്ട് അധിക സമയമായോ? ഇല്ല, സാറെന്താ വരാൻ പറഞ്ഞത്? അന്ന് അരുൺ എന്നോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആര്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയെന്ന്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയണ്ടേ? തീർച്ചയായും അറിയണം. കൊലപാതകി അന്വേഷിച്ച് കണ്ടെത്തിയോ? ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ എത്തിയ ഞങ്ങൾക്ക് 3 കൊലക്കേസുകൾ അന്വേഷിക്കേണ്ടി വന്നു പ്രതിയെ പിടികൂടാൻ. വെരി ഗുഡ്. ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യ ഘട്ടം ക്രൈം ടു ക്രിമിനൽ, കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പോയി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. ആദ്യം പ്രേമ കൊല്ലപ്പെട്ട ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. FIRൽ പറഞ്ഞ പ്രകാരം അന്ന് ഉച്ചയ്ക്ക് 12:30-നാണ് അബോധാവസ്ഥയിലായ ആർട്ടിസ്റ്റ് ദാസിനെ സ്നേഹിതന്മാർ വീട്ടിൽ എത്തിച്ചിട്ട് പോയത്. 12:45ഓടെ പ്രേമ ഓട്ടോറിക്ഷയിൽ വന്ന് വീട്ടിലേക്ക് കയറിപ്പോയി. 12:50 ആയപ്പോൾ
ദാസിന്റെ വീട്ടിൽ നിന്നും 3 വീടുകൾക്കകലെയായി ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ വന്ന് പരിസരം വീക്ഷിച്ച ശേഷം ബൈക്ക് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ദാസിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. 1:32 ആയപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായില്ലായിരുന്നു. അടുത്ത കൊലക്കേസ് നടന്ന സന്ധ്യയുടെ വീടും സ്ഥലവും പരിസരത്തുള്ള CCTVയുടെ സഹായത്താൽ പരിശോധിച്ചു. സന്ധ്യയുടെ കൊല നടന്ന അന്ന് രാവിലെ 11 മണിക്ക് സന്ധ്യയുടെ അച്ഛനും അമ്മയും സഹോദരനും കൂടി ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. ആ സമയം സന്ധ്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. 11:30 സന്ധ്യയുടെ വീട്ടിന്റെ 3 വീടുകൾക്ക് പിന്നിലായി ഒരു യുവാവ് ബൈക്കിൽ വന്ന് ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് വെച്ച ശേഷം ഗേറ്റ് തുറന്ന് വീട്ടിനുള്ളിൽ കടന്ന് മുൻഭാഗത്ത് കാളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നതും ആ യുവാവ് അകത്തേക്ക് കയറി വാതിലടച്ചു. 12:10 ആയപ്പോൾ ആ യുവാവ് പുറത്തേക്ക് വന്ന് മുൻവശത്തെ വാതിലും ഗേറ്റും അടച്ച ശേഷം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. ഇവിടെയും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായില്ല. പക്ഷേ ഈ വീടുകളിൽ കയറിയ യുവാവിൻ്റെ ബൈക്ക് രജിസ്റ്റർ നമ്പർ ഒന്നായിരുന്നു. ഈ 2 ബൈക്കുകളും 2 കമ്പനികളുടേതായിരുന്നു. രജിസ്റ്റർ നമ്പർ പരിശോധിച്ചപ്പോൾ ഈ നമ്പർ ഒരു കാറിൻ്റെ നമ്പറാണെന്നറിഞ്ഞു. കാറിൻ്റെ ഓണർ അഡ്വക്കേറ്റ് അരുൺ. എൻ്റെ കാറിൻ്റെ രജിസ്റ്റർ നമ്പരോ? അതെ. അരുണിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിലില്ല. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ 2ാം ഘട്ടം, ക്രിമിനൽ ടു ക്രൈം. കൊലപാതകം നടന്ന ദിവസങ്ങളിൽ ബൈക്ക് മോഷണം നടന്നതായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പരാതി ലഭിച്ചിരുന്നു. അന്വേഷണത്തിൽ 2 ബൈക്കും കിട്ടിയത് ചാനൽക്കരയിലെ പാലത്തിനടുത്ത് നിന്നും. അവിടുത്തെ കോളനിയിൽ ക്രിമിനൽ ലിസ്റ്റിൽ ആരും തന്നെ ഇല്ല. അവിടെ നടന്ന ഏതെങ്കിലും കേസ് അഡ്വക്കേറ്റ് അരുൺ ബാധിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ 8 മാസങ്ങൾക്ക് മുൻപ് സ്റ്റെല്ല കൊലക്കേസ് വാദിച്ചത് അരുൺ ആണെന്നറിഞ്ഞു. അതെ, ആ കേസ് വാദിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി ഡിക്രൂസ് നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഡിക്രൂസിനെ വെറുതെ വിടുകയും ചെയ്തു. ക്രിമിനലെ തേടിയുള്ള അന്വേഷണം സ്റ്റെല്ല കൊലക്കേസുമായി വല്ല ബന്ധമുണ്ടോ എന്ന അന്വേഷണത്തിൽ നിന്നാണ് ചില വിവരങ്ങൾ ലഭിച്ചത്. ഒരു ട്രാവൽസ് കമ്പനിയിൽ ജോലിക്കാരിയായിരുന്നു സ്റ്റെല്ല. ഒരു ദിവസം ജോലിക്ക് പോയ സ്റ്റെല്ല വീട്ടിൽ തിരിച്ചെത്തിയില്ല. അവളുടെ അമ്മ പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ചതുപ്പിൽ നിന്നും മൃതദേഹം കിട്ടി. അത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ സ്റ്റെല്ല പീഡനത്തിനിരയായി ശ്വാസം മുട്ടി മരിച്ചതാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ട്രാവൽസ് കമ്പനിയുടെ ഓണർ ഡിക്രൂസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കൊലയ്ക്ക് ഉത്തരവാദി ഡിക്രൂസ് ആണെന്ന് മനസ്സിലാക്കി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലായിരുന്ന ഡിക്രൂസ് കേസ് വാദിച്ച് ജയിച്ചു. ആ കേസ് വാദിച്ചത് അഡ്വക്കേറ്റ് അരുൺ. ഈ സ്റ്റെല്ലയ്ക്ക് ഒരു സഹോദരനുണ്ട്, വിൻസെന്റ്. ഇയാൾക്ക് ചെന്നൈയിൽ ഒരു കെമിക്കൽ കമ്പനിയിലായിരുന്നു ജോലി. സ്റ്റെല്ലയുടെ മരണവാർത്ത അറിഞ്ഞാണ് നാട്ടിൽ വന്നത്. കേസ് വിചാരണയ്ക്കിടയിൽ സ്റ്റെല്ലയുടെ അമ്മ മരണപ്പെട്ടു. അതോടെ നിരാശനായ വിൻസെന്റ് ഡ്രഗ്സിന് അടിമയായി. തിരികെ പോയില്ല. പ്രേമയുടെയും സന്ധ്യയുടെയും ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ റിപ്പോർട്ടിൽ സൈലോസിബിൻ ന്യൂറോ എക്സിലർ എന്ന കെമിക്കൽ ഉള്ളിൽ ചെന്നതായിരുന്നു പെട്ടെന്നുള്ള മരണകാരണം. ഈ കെമിക്കലിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയാമല്ലോ. തീർച്ചയായും ഈ കെമിക്കലിന്റെ ഒരു അംശം ഉള്ളിൽ ചെന്നാൽ ബോധരഹിതനാകും. അധികമായാൽ മരണം വരെ സംഭവിച്ചേക്കാം. മെഡിസിനുമായി ബന്ധമുള്ള ഒരാൾക്ക് ഈ കെമിക്കലിനെ കുറിച്ച് അറിയാൻ കഴിയും. അതോടെ വിൻസെന്റിനെ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ കൊണ്ടുവന്നു. അയാളുടെ നടത്തവും ഭാവങ്ങളും ശ്രദ്ധിച്ചപ്പോൾ ഒരു ഡെത്ത് മാൻ വാക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച അരുണിന് ജില്ലാ കോടതിയിൽ ഒരു കേസിന്റെ വിചാരണ ഉണ്ടായിരുന്നോ? അതെ, ഒരു ആത്മഹത്യാ കേസിന്റെ വിചാരണ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ തോളിൽ ഒരു തുണിസഞ്ചിയും തൂക്കി വിൻസെന്റ് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. ക്രൈംബ്രാഞ്ചിലെ സമർത്ഥരായ ചില ഉദ്യോഗസ്ഥർ പിന്തുടർന്നു. അയാൾ അടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ കയറിയിട്ട് പുറത്തേക്ക് വന്ന് ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ നിലകൊണ്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബൈക്കിൽ വന്ന ഒരു യുവാവ് ബൈക്ക് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് പോയതും വിൻസെന്റ് ആ ബൈക്ക് കൈവശപ്പെടുത്തി ഓട്ടിച്ചു പോയി. പുറകെ വേഷം മാറിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജീപ്പിലും. ജില്ലാ കോടതിന് മുമ്പിലുള്ള ആലിന്റെ മറവിൽ
ബൈക്കിൽ അരുണിന്റെ കാറിന്റെ രജിസ്റ്റർ നമ്പർ ഒട്ടിച്ച ശേഷം ബൈക്കിൽ മൊബൈലും നോക്കിയിരുന്നു. അരുണിന്റെ കാർ കോടതിയുടെ ഗേറ്റ് കടന്നതും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാറിന്റെ പുറകിലൂടെ യാത്രയായി. ട്രാഫിക് ബ്ലോക്കിൽ കാർ നിർത്തിയതും 3 കാറുകൾക്ക് പിന്നിലായി ബൈക്ക് നിർത്തി. പുറകിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ജീപ്പും. അരുണിന്റെ കാർ യു ടേൺ തിരിഞ്ഞതും വിൻസെന്റ് സഞ്ചിയിൽ നിന്നും റിവോൾവർ എടുത്ത് അരുണിനെ ലക്ഷ്യം വെച്ചതും പിന്നിൽ നിന്ന ജീപ്പ് ബൈക്കിന്റെ പുറകിൽ ഒരു തട്ടുകൊടുത്തതോടെ വിൻസെന്റ് ബൈക്കിൽ നിന്നും തെറിച്ചു വീണു. അയാളെ കസ്റ്റഡിയിലെടുത്ത് ബൈക്ക് മോഷണ കേസിനും ലൈസൻസ് ഇല്ലാത്ത റിവോൾവർ കൈവശം വെച്ചതിനും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. അയ്യോ എന്റെ മോളെ, അയ്യോ അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, മോളെ, അയ്യോ എന്റെ മോളെ. ഡോക്ടർ, എനി പ്രോബ്ലം? നോ പ്രോബ്ലം. നാച്ചുറൽ ഡെത്ത്. ഓക്കെ. മിസ്റ്റർ അരുൺ, നിങ്ങളുടെ 6 എന്ന ചോദ്യത്തിന് ഉത്തരം വിൻസെന്റ്. ഇനി 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിൻസെന്റിനെ കൊണ്ട് പറയിക്കാം. ക്രിമിനൽ നടപടിക്രമം 164 വകുപ്പ് അനുസരിച്ച് പ്രതിയെ മാജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി മൊഴി രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ആനന്ദ്, അയാളെ കൊണ്ടുവരൂ. ബി കെയർഫുൾ. വിൻസെന്റിന് ഇവരെ അറിയാമോ? അഡ്വക്കേറ്റ് അരുൺ, പ്രശസ്ത ക്രിമിനൽ ലോയർ. കൊലയാളിയെ നിരപരാധിയാക്കുവാനും നിരപരാധിയെ കൊലയാളിയാക്കുവാനും കഴിവുള്ള ക്രിമിനൽ ലോയർ അല്ല, ബോൺ ക്രിമിനൽ. ആനന്ദ്, എടോ വക്കീലെ, ഒരു നിമിഷം എന്റെ കണക്കൂട്ടലുകൾ ഈ പോലീസുകാർ തെറ്റിച്ചു കളഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ താനിന്ന് ഈ ലോകത്ത് കാണില്ലായിരുന്നു, എന്റെ മുന്നിൽ നിന്ന് അട്ടഹസിക്കില്ലായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോടോ, പീഡനത്തിലൂടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സ്റ്റെല്ല എന്ന പെൺകുട്ടിയെ? അവളുടെ സഹോദരനാണല്ലോ ഞാൻ, വിൻസെന്റ് ഗോമസ്. സമ്പന്നനായ ഡിക്രൂസ് എന്ന കൊലയാളിയുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി അയാളെ നിരപരാധിയാക്കാൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ എന്റെ സഹോദരിയുടെ ശവശരീരത്തെപ്പോലും താൻ അപമാനിച്ചു. കള്ളത്തെളിവുകളും സാക്ഷിമൊഴികളും കൊണ്ട് അവളെ വേശ്യയാക്കി കോടതിക്ക് മുന്നിൽ ചിത്രീകരിച്ചു. അതറിഞ്ഞ് എന്റെ അമ്മ ഹൃദയം പൊട്ടി തകർന്നാണ് മരണമടഞ്ഞത്. ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ടകെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. അഹങ്കരിക്കുന്നതോ മുറിവേൽപ്പിച്ച നീചന്മാരുമാണ്. നിരപരാധിയെന്ന് കോടതി വിധിച്ച കൊലയാളി ഡിക്രൂസിന് ഞാനൊരു വിധി നടപ്പാക്കി. അവിടെ വക്കീലും ജഡ്ജിയും ഞാൻ തന്നെ. വിധിച്ചത് എന്റെ മനസാക്ഷിയും. ഒരു ആക്സിഡന്റ്, നിയമങ്ങൾക്ക് ഒരു പഴുതും നൽകാത്ത ആക്സിഡന്റ്. നട്ടലിന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ. കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ പോലും കഴിയാതെ വേദനയുടെ തീച്ചൂളയിൽ കിടന്ന് നീറുകയാണവൻ, തന്റെ നിരപരാധി ഡിക്രൂസ്. എന്റെ സഹോദരി സ്റ്റെല്ലയെ ക്രൂരമായി പീഡിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ അവൾ അനുഭവിച്ച വേദനയുടെ 1000 മടങ്ങ് വേദന അനുഭവിപ്പിച്ചു ഞാൻ. ഇന്ന് ദിവസവും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണവൻ ഡിക്രൂസ്. ഒരു സഹോദരി കൊല്ലപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖം അതറിഞ്ഞു സ്വന്തം അമ്മ ഹൃദയം പൊട്ടി മരിക്കുമ്പോഴുണ്ടാകുന്ന വേദന, മാനസിക സംഘർഷം തനിക്കറിയാമോടോ വക്കീലേ? ഇല്ല, താൻ അറിയണം. അതിനുവേണ്ടിയാണോ തന്റെ സഹോദരി പ്രേമയെ ഞാൻ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്? എടാ നിന്നെ ഞാൻ അയാളെ വിടണം.
പോലീസ് സാറേ, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തന്റെ സഹോദരി പ്രേമയെ കൊലപ്പെടുത്തിയത് ആർട്ടിസ്റ്റ് ദാസ് എന്ന് തെളിയിക്കാൻ നീതിപീഠത്തിന് മുന്നിൽ കള്ളസാക്ഷികളും തെളിവുകളും നിരത്തി ഒരു നിരപരാധിയെ കൊലയാളിയാക്കി തൂക്കുകയർ വാങ്ങിക്കൊടുത്തു. തന്റെ അഭിമാനം സംരക്ഷിക്കാൻ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഗത്ഭനായ ഒരു വക്കീലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അല്ലേ? ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും മറന്ന് ധനമോഹവും സ്വാർത്ഥതയും കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ഈ ജീവിതം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? സന്ധ്യ തന്റെ കാമുകി, ഉല്ലസിക്കുവാനും സ്വപ്നങ്ങൾ പങ്കിടുവാനും ആഹ്ലാദത്തിന്റെ പറുദീസയിൽ മുങ്ങിക്കളിക്കുവാനും വേണ്ടി സ്നേഹിക്കുന്ന കുട്ടി സന്ധ്യ. മറ്റുള്ളവർക്ക് തീരാ ദുഃഖം നൽകി അത് കണ്ട് സായുജ്യമടയുന്ന, നിർവൃതി തേടി സാമ്പത്തിക ലാഭം കൊയ്യുന്ന തനിക്ക് ഞാൻ നൽകിയ ശിക്ഷയാണല്ലോ തന്റെ കാമുകി സന്ധ്യയുടെ കൊലപാതകം, പീഡനത്തിലൂടെയുള്ള കൊലപാതകം. മതിയായോടോ നിനക്ക്? ഇല്ല ഇല്ല, കറുത്ത കോട്ടും ധരിച്ച് സമ്പന്നന്മാരുടെ ഏത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന് അവരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി സമൂഹത്തിൽ മാന്യന്മാരാക്കുന്ന തന്നെപ്പോലുള്ള ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലണം. ഇതിനുള്ള ഒരവസരം ഈ പോലീസുകാർ എനിക്ക് നഷ്ടപ്പെടുത്തി. എൻ്റെ അമ്മയുടെ, സഹോദരിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ തന്റെ മരണം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. നിരപരാധിയായ കൊലയാളി. മിസ്റ്റർ ദാസ്, ഞാനെല്ലാം കേട്ടു സാർ. യഥാർത്ഥ കുറ്റവാളി ഞാനല്ല എന്ന് പ്രേമയുടെ സഹോദരന്മാരുടെ മുന്നിൽ തെളിയിച്ച അങ്ങയുടെ പാദങ്ങളിൽ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ. ദാസ്, നിങ്ങൾ ഇന്ന് നിരപരാധിയാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന കുറ്റത്തിന് അവളുടെ ഒരു സഹോദരൻ എന്നെ കൊലയാളിയാക്കി തൂക്കുകയർ സമ്മാനിച്ചു. മറ്റൊരു സഹോദരൻ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. എൻ്റെ പ്രേമയെ കൊല ചെയ്തവനെ എൻ്റെ മുന്നിൽ എത്തിച്ച് അങ്ങേക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാർ. ഈ സമൂഹത്തിന് മുന്നിൽ എനിക്ക് നിരപരാധിയാകണ്ട. ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ പ്രേമയുടെ അടുത്തെത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ദാസ്, കൂൾ ഡൗൺ. സാർ, യാതൊരു പ്രകോപനവുമില്ലാതെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ 2 പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഈ പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹം അംഗീകരിക്കില്ല എന്ന് ശക്തമായ സന്ദേശം കുറ്റവാളികൾക്ക് നൽകേണ്ടതിനാൽ നീതിന്യായ കോടതിയല്ല ഈ പ്രതിയെ ശിക്ഷിക്കേണ്ടത്. ഈ കുറ്റവാളിയെ സമൂഹത്തിന്റെ മുന്നിലാണ് നിർത്തേണ്ടത്. ഈ സമൂഹം ശിക്ഷ വിധിക്കട്ടെ. സമൂഹം ശിക്ഷ വിധിക്കട്ടെ. സാർ എന്നോട് ക്ഷമിക്കണം. ദാസ്, അരുത്, അരുത്. ഈ സമൂഹത്തിന് വേണ്ടി, എൻ്റെ പ്രേമയ്ക്ക് വേണ്ടി